ഈ 5 സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു SEO റൈറ്റർ ആകാം. ടോപ്പിക്കൽ റിസർച്ച്. എനിക്ക് ഫോൺ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു കണ്ടന്റ് എഴുതണം. അപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഫോണിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആധികാരികമായി റിസർച്ച് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനെയാണ് ടോപ്പിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഈ തയ്യാറാക്കുന്ന കണ്ടന്റിനെ വിലയിരുത്താൻ ഗൂഗിൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ആണ് EEAT. എക്സ്പീരിയൻസ്, എക്സ്പെർട്ടീസ്, അതോറിറ്റി ആൻഡ് ട്രസ്റ്റ്. രണ്ടാമത്തത് കീവേഡ് ഇവാലുവേഷൻ. ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശരിയായ വാക്കുകളോ ഫ്രേസുകളോ ഒക്കെ കണ്ടെത്തുന്നതിനെയാണ് കീവേഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത് യൂസേഴ്സിന് ആവശ്യമായ ട്രാഫിക് ഉള്ള ടോപ്പിക്കിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ സഹായിക്കും. തേർഡ് വൺ, ഓൺ പേജ് അനാലിസിസ്. പേജിന്റെ റാങ്കിംഗ് മെച്ചപ്പെടുത്തുന്നതിന് പേജിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവുമാണ് ഓൺ പേജ് അനാലിസിസ്. ഉദാഹരണത്തിന് ഓൾ ടെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ, ഇമേജ് ഫിക്സിംഗ്, കീവേഡ് ഡെൻസിറ്റി കറക്ഷൻ എക്സെട്ര. ഇത് ഗൂഗിളിനെയും അതുപോലെ നമ്മുടെ സെർച്ചിനെയും കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സഹായിക്കും. അടുത്തത് സ്നിപ്പറ്റ് ഒപ്റ്റിമൈസേഷൻ. ഒരു കണ്ടന്റിന്റെ ആശയത്തെ ചെറുതാക്കി അതൊരു സെന്റൻസിൽ ഒതുക്കി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ ഷോർട്ട് ആൻസേഴ്സ് ആയി ടോപ്പിൽ തന്നെ അത് കാണാൻ സാധിക്കും. ഇതിനെ ഫീച്ചേർഡ് സ്നിപ്പറ്റ് അല്ലെങ്കിൽ പൊസിഷൻ 0 എന്നൊക്കെ വിളിക്കാം. അഞ്ചാമത്തത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. തയ്യാറാക്കുന്ന കണ്ടന്റിൽ നമ്മുടെ തന്നെ സൈറ്റിന്റെ മറ്റൊരു റിലവന്റ് ആയ പേജിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് റിസോഴ്സ് ആയി മെൻഷൻ ചെയ്യുന്നതിനെ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നു. ഇത് രണ്ടും SEO പോയിന്റ് ഓഫ് വ്യൂവിൽ ഈക്വലി വാല്യുബിൾ ആണ്. ഇതുപോലുള്ള SEO ടിപ്സ് ആൻഡ് ട്രിക്സിനായി ഞങ്ങളുടെ ചാനലായ മലയാളം SEO സന്ദർശിക്കുക.